ഞാൻ കാണിക്കാം എങ്ങനെയാണ് നമ്മൾ പാത്രങ്ങളെല്ലാം അടുക്കി വെക്കുന്നത്. കാരണം നല്ല രീതിയിൽ പാത്രം അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ തന്നെ വാഷായി കിട്ടും. കപ്പുകളൊക്കെ നമുക്ക് മുകളിലത്തെ ചേമ്പറിലാണ് വെക്കുന്നത്. അപ്പോൾ എപ്പോഴും കപ്പ് ഇതുപോലെ വെക്കുന്നതിന് ഒരിച്ചിരി ചെരിച്ച് വേണം വെക്കാൻ. അല്ലെങ്കിൽ ഇത് ഡിഷ് വാഷർ കഴുകി കഴിയുമ്പോൾ ചെറിയ നമ്മൾ ഉപയോഗിച്ച ചെറിയ ഫുഡിൻ്റെയൊക്കെ പാർട്ടിക്കിൾ ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും. അപ്പോൾ എപ്പോഴും ഇതുപോലെ ചെരിച്ച് അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് നമുക്ക് മുകളിലത്തെ ട്രെയിൽ നമ്മൾ ഒരുമാതിരി പാത്രങ്ങളെല്ലാം നിറച്ചു. ഇതുപോലെയാണ് നമ്മൾ പാത്രങ്ങൾ ചെരിച്ച് വെക്കണം. അതുപോലെ തന്നെ ഗ്യാപ്പും ഉണ്ടായിരിക്കണം. സ്പൂണും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തു. ചെറിയ തവിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ താഴത്തെ നമുക്ക് അടച്ചു വെക്കാം. താഴത്തെ ട്രേ ആണ് നമ്മൾ നിറയ്ക്കാൻ പോകുന്നത്. ഒരിക്കലും കുത്തി നിറ ചലഞ്ചും കൂടെയാണ് ഇതിൻ്റെ അകത്ത് നോക്കാൻ പോകുന്നത്. ഇത് ഇന്നലെ കപ്പ ബിരിയാണി ഉണ്ടാക്കിയ ഒരു കുക്കറാണ്. നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഇതൊന്നും സൈഡൊന്നും ക്ലീൻ ആക്കുന്നില്ല. എത്രമാത്രം ക്ലീൻ ആക്കിയിട്ടൊന്നും നമുക്കൊന്ന് നോക്കാം. നമ്മൾ മുകളിലത്തെ ട്രെയിലും താഴത്തെ ട്രെയിലും വെച്ചു. ഇതുണ്ടോ, അതായത് അധികം നമ്മൾ ഇതുപോലത്തെ പാത്രങ്ങളില്ല, അതുകൊണ്ടാണ് ബാക്കി നമ്മൾ ഇതുപോലത്തെ പാത്രങ്ങളെല്ലാം കുത്തി നിറച്ച് വെച്ചത്. അത് കുത്തി നിറച്ചാൽ ഒരുമാതിരി ഗ്യാപ്പ് ഇട്ടുണ്ടോ. അപ്പം നമുക്കിതങ്ങ് തള്ളി വെക്കാം. എക്സ്ട്രാ ഡ്രൈ വേണമെങ്കിൽ അതിപ്പം 10 മിനിറ്റ് കൊണ്ട് കൂടുതലായിട്ട് ഉണ്ടോ. ഇതുപോലെ ജസ്റ്റ് വെച്ചു, നമ്മൾ അകത്തോട്ട് തള്ളി വെച്ചു. ഓട്ടോമാറ്റിക്കാണ് കേട്ടോ, പണി തുടങ്ങി. എല്ലാം വൃത്തിയായി. ഡോറ് തുറന്നപ്പോഴേ നല്ല ഇതുണ്ടോ, നല്ല രീതിയിൽ തന്നെ വൃത്തിയായി. ഇതുണ്ടോ, വൃത്തിയായി ഡ്രൈ ആയി കിട്ടി. നമ്മൾ വെച്ചിരുന്ന തവി വരെ, അതിപ്പം നമ്മൾ വെച്ചിരുന്ന തവി വരെ നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടി. ഇതുണ്ടോ, സ്പൂണും കാര്യങ്ങളൊക്കെ. നമ്മൾ വെച്ച കുക്കറാണ് നമ്മൾ ചലഞ്ചിനായിട്ട് വെച്ചത്. നമ്മൾ കുക്കർ ഒന്ന് തുറന്നു നോക്കാം. കണ്ടോ ഒരു വ്യത്യാസം കണ്ടോ, എന്ത് പെർഫെക്റ്റായിട്ടാണ് ക്ലീൻ ആയി കിട്ടിയെന്ന് നോക്കി. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഉരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നോക്കി എല്ലാം നല്ല രീതിയിൽ വാഷായി പോവുകയും ചെയ്തു. നമ്മൾ ആ കുക്കറിൻ്റെ ചലഞ്ച് വെച്ച് നോക്കി എന്ത് ക്ലീൻ ആയിട്ടാണ് കുക്കർ വൃത്തിയായി കിട്ടിയെന്ന് നോക്കി. നല്ല പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഡിഷ് വാഷർ ഉപയോഗിക്കുകയാണെങ്കിൽ വാഷ് ചെയ്ത പാത്രം അവിടെ തന്നെ ഇരുന്നു.